താമരക്കുളം ചന്തയിൽ ഞാനൊന്നു പോയൊരു കാലം, കാലിയോ പീലിയോ കത്തിലാടുന്നൊരു മാമരച്ചോട്ടിൽ ചേരുംപടി ചേർന്നു മിന്നും നല്ലൊരു തീയെ കണ്ടേൻ. എണ്ണിപ്പെറുക്കി അടുക്കും ചെറുകെട്ടഴിച്ചിമ്മിണി മാറ്റും. വെറ്റില ഞാറില തീരയില്ലാതിളം വെറ്റില വിൽപ്പനക്കാരി, ഇവൾ വെറ്റില വിൽപ്പനക്കാരി. ഇടയ്ക്ക് നമ്മളിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ച മറ്റൊരു ഗാനമാണ്. ഗാനമൊന്നും എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നമ്മുടെ താമരക്കുളം ചന്തയെ കുറിച്ചിട്ട് സാറ് എഴുതി പാടിയ ആ ഒരു പാട്ട്, അപ്പം അതിനെക്കുറിച്ച് ഒരു 4 വരി പാടാമോ? അതേപോലെ ആ ഒരു പാട്ട് താമരക്കുളം ചന്തയെ പറ്റി അങ്ങനെ ഒരു വിവരണം തയ്യാറാക്കിയതിൽ എന്തെങ്കിലും കഥയുണ്ടോ പിന്നില്? അല്ല, കഥയുണ്ട്. കഥയെന്ന് പറയുമ്പോൾ എനിക്ക് നേരത്തെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു. അപ്പം ഭാര്യ ഈ മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി താമരക്കുളം ചന്തയിലാണ് പോകുന്നത്. അവിടെ ഒരു സ്ത്രീ പലിശയ്ക്ക് പൈസ കൊടുക്കുമായിരുന്നു. അവരുടെ 1000 രൂപ പലിശയ്ക്ക് വാങ്ങി 600 രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ, ബാക്കി 400 രൂപയ്ക്ക് വേണ്ടി ആ സ്ത്രീ തിരിച്ച് വീട്ടിൽ വരികയാണ്. വീട്ടിൽ വരുമ്പോൾ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അവരെന്നെ ഇങ്ങനെ നോക്കി, വീടുമൊക്കെ നോക്കി. ഞാൻ ചേച്ചി എന്താ പ്രശ്നം? അതെ, ഞാൻ ഭാര്യയെ തിരക്കി വന്ന. എന്താ പ്രശ്നം? ഇല്ലല്ല, വരുമ്പം ഇന്നാൾ തിരക്കിയ മതി എന്ന് പറഞ്ഞു. ഭാര്യ വന്നപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. പിന്നീട് അവരൊരിക്കലും ഈ പൈസയ്ക്ക് വന്നിട്ടില്ല, ആ പൈസ വേണ്ടെന്ന് അവർ പറയുകയും ചെയ്തു. ഇന്നും അതൊരു കടമായിട്ട് കടം ഒത്തിരി ഉണ്ട്. അക്കൂട്ടത്തിൽ അതൊരു കടമാണ്. അതിൻ്റെ വരികൾ ഇത് ജാസി ഗിഫ്റ്റ് പാടിയ ഒരു പാട്ടാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലല്ല അത് പാടിയത്. എങ്കിലും എൻ്റെ താളത്തിൽ, എൻ്റെ രീതിയിൽ ഞാനൊന്ന് പാടാം 4 വരി. താമരക്കുളം ചന്തയിൽ ഞാനൊന്നു പോയൊരു കാലം, കാലിയോ പീലിയോ കത്തിലാടുന്നൊരു മാമരച്ചോട്ടിൽ ചേരുംപടി ചേർന്നു മിന്നും നല്ലൊരു തീയെ കണ്ടേൻ. എണ്ണിപ്പെറുക്കി അടുക്കും ചെറുകെട്ടഴിച്ചിമ്മിണി മാറ്റും. വെറ്റില ഞാറില തീരയില്ലാതിളം വെറ്റില വിൽപ്പനക്കാരി, ഇവൾ വെറ്റില വിൽപ്പനക്കാരി. ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം, വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം. എണ്ണികൾ തീരത്ത വണ്ടികൾ പിന്നെയും കേപ്പീരോടു കടന്നുപോയി. എണ്ണികൾ തീരത്ത വണ്ടികൾ പിന്നെയും കേപ്പീരോടു കടന്നുപോയി. ചാരത്തിൽ മൂടിക്കിടന്ന കനൽ തെളിഞ്ഞാകയും മാറിപ്പോയി ചാരം മൂട്. ഇന്നാകയും മാറിപ്പോയി ചാരം മൂട്. അന്ന് തൊട്ടിന്നോളം പിന്നെ ഞാൻ ആ മുഖം കണ്ടിട്ടേ ഇല്ല. കുക്കിരിക്കും കുളം പറ്റി പറ്റി അതു മാതിരി ഞാനായി. ഇന്നും കെസിറ്റി വണ്ടി വരുന്നതു കാണുമ്പോൾ ചങ്കൊന്നു തേങ്ങും. ആ തേങ്ങലിൻ പെട്ടി തുറന്നു ഞാനിപ്പോഴും ചാരം മുട്ടുണ്ടേ, ഞാൻ ചാരം മുട്ടുണ്ടേ. അങ്ങനെ ആ പാട്ട് എന്തായാലും ജാസി ഗിഫ്റ്റ് പാടിയത് വെച്ചിട്ട് സാറ് പാടിയപ്പോ ഇപ്പോൾ തൃപ്തിയായില്ലേ? അങ്ങനെ ഒന്ന് പാടിയിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തായാലും സാറിന്റെ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് വിട്ടു പോകത്തില്ല അല്ലേ? എല്ലാം നമ്മുടെ നാടും നമ്മുടെ ദേശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ താമരക്കുളം, നമ്മുടെ എന്താ എല്ലാം ആ പാട്ടിൽ തന്നെ കറ്റാരം പന്തളം KP റോഡുണ്ട്, എല്ലാം തന്നെയുണ്ട്. അപ്പം കൂടുതലും നമ്മുടെ നാടും നമ്മുടെ വീടും വീട്ടുകാരെയും ഒക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് സാറിന്റെ മിക്ക പാട്ടുകളും രചിച്ചിട്ടുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. അത് നമ്മൾ ജീവിക്കുന്ന ജീവിത പരിസരം, മറ്റ് ഇതര പരിസരങ്ങളെയൊക്കെ സംസ്കരിച്ചുകൊണ്ട് ഒരു എഴുത്തുകാരനും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് അനുഭവങ്ങളാണ്, നേരിട്ട് കാണുന്ന കാഴ്ചകളാണ്. അപ്പം ഇതിലെല്ലാം ഒരു സത്യം തന്നെ ഉണ്ട്. ജീവിതാനുഭവങ്ങളും മറ്റ് കാര്യങ്ങളെല്ലാം മറ്റ് കലാകാരന്മാരിൽ നിന്ന് അപ്പോൾ ഏറെ വ്യത്യസ്തത നേടുന്ന ഒന്നാണ്. താൻ നേരിട്ട് കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളൊക്കെയാണ് സാറിന്റെ ഗാനത്തിലൂടെ പിറവി കൊള്ളുന്നത് എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. അത് അനുഭവം തന്നെയാണ്. ഈ ചാരമ്മൂട് ജംഗ്ഷനിൽ പടിഞ്ഞാറ് മാറി തെക്കേ സൈഡിൽ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു. ആ പെട്ടിക്കട എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ആ പാട്ട് എഴുതുന്നത്. ജനങ്ങൾ കുറച്ചുപേർക്കൊക്കെ ആ പാട്ടറിയാം, പക്ഷേ ആ തരത്തിൽ ഒരു പക്ഷേ വൈറലാകാൻ വേണ്ടി എഴുതിയൊരു പാട്ടാണ്. ആ തരത്തിൽ അത് പോയില്ലല്ലോ എന്നൊരു ചെറിയ നേരിയ ദുഃഖം മനസ്സിലുണ്ട്.